Hello, Namaskaram, ഞാൻ ഹർഷ and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുഡ് വൈബ്സിന്റെ ഈ ജെൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. ആൻഡ് ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമേ തന്നെ ഗുഡ് വൈബ്സ് ബ്രാൻഡിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗുഡ് വൈബ്സ് ബ്രാൻഡ് purple.com-ൽ എക്സ്ക്ലൂസീവായിട്ട് മാത്രം കിട്ടുന്നതാണ്. അവരുടെ ഇൻ ഹൗസ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഗുഡ് വൈബ്സ്. ശരിക്കും ഗുഡ് വൈബ്സ് ഒരു ഹെർബൽ ബ്രാൻഡാണ് കേട്ടോ. അത് നോ സൾഫേറ്റ്സ്, നോ പാരബൻസ്, ക്രൂവൽറ്റി ഫ്രീ, പിന്നെ ആനിമൽ ടെസ്റ്റഡ് ഒന്നും തന്നെ അല്ല. അപ്പോൾ ഈ ഗുഡ് വൈബ്സ് ബ്രാൻഡിനുണ്ടല്ലോ കുറേ ജെല്ലുണ്ട്. പൊമിഗ്രാനറ്റ്, കുക്കുംബർ, ടീ ട്രീ, അലോവേറ, അങ്ങനെ കുറേ വേരിയൻസ് ഉണ്ട് ഇവരുടെ ഈ ജെല്ലിന്. ശരിക്കും നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് ജെല്ല് ഉപയോഗിക്കണം, അത് ജെല്ല് നല്ലതാണ്, ജെല്ല് ഹെയറിന് നല്ലതാണ്, ജെല്ല് സ്കിന്നിന് നല്ലതാണ്. പക്ഷേ നമ്മൾ ഓരോ സ്കിൻ ടൈപ്പിനും നമ്മുടെ ഓരോ പ്രോബ്ലം അനുസരിച്ചിട്ട് വേണം ഓരോ ജെല്ല് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഒരു ആക്നെ ഉള്ള ആൾക്ക് ചിലപ്പോൾ ടീ ട്രീ ആയിരിക്കും വേണ്ടത്. പക്ഷേ ഇപ്പം എനിക്ക് ആക്നെ വരാറില്ല, ഞാൻ ടീ ട്രീ യൂസ് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല. ആ ഒരു ടീ ട്രീ ജെൽ എന്ന് പറയുന്നത് ആക്നെ ഉള്ള ആള് യൂസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഇതിങ്ങനത്തെ ഒരു ജാറിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ലിഡ് ഇതിലുണ്ടാവും. ഇതിൻ്റെ ബാക്കിൽ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവും. കയ്യിൽ 8 വേരിയൻസ് ഉണ്ട്. ഓരോന്നും എന്തിനൊക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 50 grams ഓഫ് പ്രൊഡക്റ്റ് ആണ്. 175 rupees-നാണ് ഇത് കിട്ടുന്നത്. purple.com-ൽ എപ്പോഴും ഓഫറിൽ ഒക്കെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്. പിന്നെ ഈ ജെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മതി, ഒരുപാടൊന്നും വലിച്ചു വാരി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ ജെൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ജെൽ ബേസ്ഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതായിരിക്കും. ഹെവി ക്രീം ഇടുമ്പോൾ അവരുടെ സ്കിൻ ഒന്നും കൂടി ഓയിലി ആവും. അത് കാരണം നമ്മൾ ലൈറ്റ് ആയിട്ടുള്ളൊരു ജെൽ ബേസ്ഡ് ആണ് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് നല്ലതായിരിക്കും. ഈ ജെല്ല് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. നമുക്കിത് ഫേസിൽ യൂസ് ചെയ്യാം, നമുക്കിത് ഹെയറിന് യൂസ് ചെയ്യാം, ഫേസിന് നമുക്ക് ആസ് എ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, നമുക്ക് പല പല DIYs ഉണ്ടാക്കാം. ഹെയർ പാക്ക് ആണെങ്കിലും നമുക്കിത് വെച്ചിട്ടുണ്ടാക്കാം. അതല്ല ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മുടിയിൽ പെട്ടാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ആലോവേറ ജെൽ ആയാലും ശരി, നമ്മുടെ ഹണി ജെൽ ആയാലും ശരി, ഇതൊക്കെ നമ്മുടെ മുടിയിൽ അങ്ങനെ തന്നെ തേച്ചാലും ഒരു കുഴപ്പവും തന്നെ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ DIYs ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒരു ജെൽ യൂസ് ചെയ്യാൻ. മാക്സിമം ഞാൻ ആലോവേറ ജെൽ അല്ലെങ്കിൽ കുക്കുംബർ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ സ്കിന്നിന് കുറച്ച് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനാണ് ഇഷ്ടം. ഇറ്റ്സ് വെരി ഓയിലി, ബട്ട് എനിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല ഗ്ലോയി ഡ്യൂയി ഫിനിഷ് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ ഫേസ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്, DIYsൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഹെയർ പാക്സിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നൈറ്റ് ക്രീം എന്ന് പറഞ്ഞ് എൻ്റെ സ്കിൻ കെയർ റിജീമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ജെല്ലാണ്. ഏതെങ്കിലും ഒരു ജെൽ എൻ്റെ സ്കിന്നിൻ്റെ ആ സമയത്ത് ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യും. ഇപ്പം എനിക്ക് 1-2 പിമ്പിൾ വരികയാണെങ്കിൽ ഞാൻ ടീ ട്രീയുടെ ജെൽ യൂസ് ചെയ്യും. അതല്ല എനിക്ക് കാംനെസ്, ഞാൻ വെയിലത്ത് പോയിട്ട് ഒക്കെ വന്നതാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ആലോവേറ ജെൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുക്കുംബർ ജെൽ യൂസ് ചെയ്യും. അതല്ലെങ്കിൽ കാലൻഡുല ജെല്ലും നമുക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാനായിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കുക്കുംബർ ജെല്ലിനെ പറ്റിയിട്ട് സംസാരിക്കാം. കുക്കുംബർ ജെല്ലിൻ്റെ പാക്കിങ്ങും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇവരുടെ കുക്കുംബർ ജെല്ലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിരിക്കും കേട്ടോ. ലൈറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ലൈറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ജെൽ ഫോം ആയത് കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആവും. ഒട്ടും നമുക്ക് ഓയിലി ആയിട്ട് തോന്നില്ല. അതൊരു നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് മാത്രമേ തോന്നുള്ളൂ. ഈ ജെല്ല് എല്ലാം നോർമൽ ടു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ ടു ഓയിലി സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജെല്ലാണ് കേട്ടോ. കുക്കുംബറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ വിറ്റാമിൻ B1 ഉണ്ട്, C ഉണ്ട്.
ഇതെല്ലാം ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ സ്കിൻ ഇറപ്ഷൻസ് അല്ലെങ്കിൽ പിമ്പിൾസ്, ആക്നെ, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, ഡ്രൈനെസ് ഉണ്ട്, റിങ്കിൾസിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉണ്ട്, സൺബേൺ, എന്തൊക്കെ പ്രോബ്ലംസ് നമുക്ക് സ്കിന്നിന് വരുന്നുണ്ടോ അതിനൊക്കെ പറ്റിയൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ളൊരു ജെല്ലാണ് നമ്മുടെ കുക്കുംബർ ജെൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഇത് നന്നായിട്ട് നമ്മുടെ സൺബേൺസിനെ ഹെൽപ്പ് ചെയ്യും. അതല്ല, സൺബേൺ ഏറ്റിട്ട് നമ്മൾ വീട്ടിലോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു തിക്ക് ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാംനെസ് ഫീൽ ചെയ്യും, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും, നല്ലൊരു ഫ്രഷ്നെസ്സും കൂടി നമുക്ക് ഈ കുക്കുംബർ ജെല്ല് വെച്ചിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ കുക്കുംബർ ജെല്ല് ഞാൻ പറഞ്ഞില്ല, ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ളൊരു ആളാണ്. അടുത്ത ജെല്ല് എൻ്റെ കയ്യിലുള്ളത് കാലൻഡുല ജെല്ല് ആണ്. കാലൻഡുല എന്ന് അധികം പേർക്ക് അറിയില്ല. നമ്മളെ മാരിഗോൾഡ്, ജമന്തി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഹെർബൽ പ്ലാന്റിൻ്റെ ജെല്ലാണ് കാലൻഡുല ജെല്ല് എന്ന് പറയുന്നത്. ഭയങ്കര സംഗതിയൊക്കെ ആയിട്ട് കാലൻഡുല ജെല്ല് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ മാരിഗോൾഡിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ജെല്ലാണ് കാലൻഡുല ജെല്ല് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മണം എന്ന് പറയുമ്പം നല്ല അടിപൊളി മണമാണ്. അതായത് ഒരുപാട് മണം ഇഷ്ടമല്ലാത്തവർക്കും ഇത് സഹിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മണം അധികം നേരമൊന്നും നിൽക്കുകയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണമൊക്കെ ഷൂന്നും പറഞ്ഞിട്ട് പോകും. പിന്നെ ഈ ഒരു പാക്കേജിങ്ങിൽ ഉള്ളത് കാരണം അത്രയും പ്രോഡക്റ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കാലൻഡുല ജെല്ല് എന്ന് പറയുമ്പം കാലൻഡുല പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ മാരിഗോൾഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ സ്കിന്നിനായാലും ശരി, ഹെൽത്തിനായാലും ശരി, നമ്മുടെ ഹെയറിനായാലും ശരി. ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് കാരണം നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്, സൺബേൺസ് പോലത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജെൽ യൂസ് ചെയ്താൽ ഒരുപാട് ഹെൽപ്പായിരിക്കും അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. നമ്മൾ അടുത്തത് അറിയാൻ പോകുന്നത് ടീ ട്രീ ജെല്ലിനെ പറ്റിയിട്ടാണ്. ടീ ട്രീ ഓയിൽ, ടീ ട്രീ ഫേസ് വാഷസ് ഒക്കെ നമുക്കറിയാം. ടീ ട്രീ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഈ ട്രീ ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യും, നമ്മുടെ പോർസിനെ നന്നായിട്ട് ക്ലിയർ ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസിങ് ഉണ്ട്, അത് നന്നായിട്ടൊന്ന് ബാലൻസ് ഔട്ട് ചെയ്യും ടീ ട്രീ ജെല്ല് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ടീ ട്രീ ജെൽ ഏറ്റവും നല്ലത് ആക്നെ ഉള്ള ആൾക്കാർക്കാണ്. ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാർ ടീ ട്രീ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് നല്ലത്. കാരണം ഇതിൽ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കാരണം ടീ ട്രീ ഓയിൽ ആക്നെ മാറ്റാനും അതിനെ ഫൈറ്റ് ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അടുത്ത ജെല്ല് പപ്പായ ജെല്ലാണ്. പപ്പായ നമ്മുടെ സ്കിന്നിന് എത്ര നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആയാലും ശരി, നമ്മൾ പപ്പായ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്, പപ്പായ ഫേസ് മാസ്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പപ്പായ യൂസ് ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൺ ടാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പപ്പായ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ പപ്പായയിൽ ശരിക്കും പപ്പയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാച്ചുറൽ എൻസൈം ഉണ്ട്. അത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ന്യൂ സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊരു നമ്മുടെ സ്കിൻ പുതിയതാക്കി തരും. അത്രയും നല്ലൊരു ജെല്ലാണ് ഈ പപ്പായ ജെൽ എന്ന് പറയുന്നത്. പപ്പായ ജെൽ നമ്മുടെ റിങ്കിൾസിനെ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രശ്നം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഈ പപ്പായ ജെല്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ടാൻ റിമൂവലിന് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ഈ പപ്പായ ജെൽ. അടുത്തത് എൻ്റെ കയ്യിലുള്ളത് റോസ് ആൻഡ് മൾബറി ജെല്ലാണ്. ഈ ജെല്ലിൻ്റെ ഒരു കളർ ഇതാ ഇങ്ങനെ റെഡ് കളറായിട്ട് ലൈറ്റ് പിങ്ക്, ലൈറ്റ് റെഡ് കളർ വരും. കറക്റ്റ് ഒരു റോസാ പൂ, നമ്മൾ റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്യില്ലേ,
അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മണമാണ് ഈ ഒരു റോസ് ആൻഡ് മൾബറി ജെല്ലിനുള്ളത്. ഇതിൻ്റെ റെഡ്നെസ് മാറ്റാനായിട്ട്, സ്കിൻ കാം ചെയ്യാനായിട്ടും ഒക്കെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ റോസിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൾബറിയാണ്. മൾബറിയിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ സ്കിൻ റിങ്കിൾ ഫ്രീ ആക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ ബാലൻസ് ഔട്ട് ചെയ്യാനും ഒക്കെ നന്നായിട്ട് ഈ ഒരു മൾബറി എക്സ്ട്രാക്റ്റും യൂസ് ചെയ്യും. അപ്പം റോസ് ആൻഡ് മൾബറിയുടെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടുള്ളൊരു ജെൽ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് സൂത്രമാണ് ഈ ഒരു റോസ് ആൻഡ് മൾബറി ജെൽ എന്ന് പറയുന്നത്. അടുത്ത എൻ്റെ കയ്യിലുള്ളത് പോമിഗ്രാനറ്റ് ജെല്ലാണ്. ഇതിൻ്റെയൊക്കെ മണത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണോ എടുത്തേക്കുന്നത് അതിൻ്റെ സെയിം മണം തന്നെയാണ്. ഈ പോമിഗ്രാനറ്റ് ജെൽ എന്ന് പറയുന്നത് ഇതിൽ വൈറ്റമിൻ സി ഉണ്ട് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഏജിങ്ങിൻ്റെ ഒരു ടൈം വരുമല്ലോ, അത് ഡിലേ ചെയ്യാനായിട്ട് ഈ ഒരു ജെൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഒരു ലേറ്റ് 20s നിങ്ങളുടെ പ്രായമെങ്കിൽ ഈ ഒരു ജെൽ ഇപ്പം തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങും. ആ ഒരു ഏജ് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് റിഫ്ലക്റ്റ് ആവില്ല. പിന്നെ പോമിഗ്രാനറ്റ് ജെൽ നമ്മുടെ ബ്രേക്ക് ഔട്ട്സിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സ്കിൻ നന്നായിട്ടൊരു ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ടും ഈ പോമിഗ്രാനറ്റ് ജെല്ല് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് എൻ്റെ കയ്യിലുള്ളത് നീം ആൻഡ് തുളസി ജെല്ലാണ്. നീം അല്ലെങ്കിൽ തുളസിയൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്ന ചെടികളും മരങ്ങളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഈ നീം ആൻഡ് തുളസി ജെല്ലിൽ നീം ആൻഡ് തുളസി ആയത് കാരണം തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ആക്നെ പ്രോബ്ലം, നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പോർസ് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് നീം ആൻഡ് തുളസി ജെല്ല് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഒരു ജെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനും നല്ലതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും DIY ഉണ്ടാക്കുകയാണെങ്കിൽ, അതല്ല നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലിൽ തന്നെ ഇതിൻ്റെ ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തലയിൽ തേക്കുന്ന എണ്ണ കാച്ചുമ്പോഴും നമ്മൾ തുളസി ഇടാറുണ്ട്, വേപ്പില ഇടാറുണ്ട്. ഈ നീം ആൻഡ് തുളസിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കും ഉണ്ട്. നമുക്ക് തുളസി എന്ന് പറയുന്നത് നമ്മുടെ പിമ്പിൾസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോർമൽ ഒരു തുളസി ഒരു 5-6 ഇല എടുത്ത് അരച്ച് നീര് അതിൻ്റെ ഇവിടെ പുരട്ടിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ആ പിമ്പിൾ എവിടെ പോയെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജെൽ ഒരു അടിപൊളി സാധനമാണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്നെ ഫൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ജെൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ഹണി ജെല്ലാണ്. തേനിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ വലിയ വലിയ സ്റ്റാർസ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കരീന കപൂറിനെ എടുത്തു കഴിഞ്ഞാൽ കരീന കപൂറിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പോൾ പുള്ളിക്കാരി ഭയങ്കര റിലീജിയസ്ലി പുള്ളിക്കാരിയുടെ ഒരു സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഈ ഒരു ഹണി എന്ന് പറയുന്നത്. കരീന കപൂറിൻ്റെ സ്കിൻ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര ഗ്ലോയിങ് ആൻഡ് എത്ര പ്ലംപ്പാണെന്ന്. അപ്പോൾ ഈ ഹണി ജെൽ നമ്മുടെ സ്കിന്നിനെ ഗ്ലോയിങ് ആക്കാനും ഒരു റേഡിയൻ്റ് ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീട്ടിൽ ഉള്ള ഹണി തന്നെ നമ്മുടെ സ്കിന്നിലും അല്ലെങ്കിൽ DIYസിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ ഹണി എന്ന് പറയുന്നത് നമ്മൾ ഹെയർ മാസ്ക് ഉണ്ടാക്കുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ ഈ ജെൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഞാൻ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി തന്നെ ഇതിൻ്റെ പർച്ചേസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതിനേക്കാട്ടും കൂടുതൽ ഹെൽപ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അങ്ങോട്ട് നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.